കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2025 ഫസ്റ്റ് അലോട്ട്മെന്റ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. കോളേജ് പ്രവേശനം 19/6/2025, 20/6/2025, 21/6/2025, 23/6/2025 തീയതികളിൽ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, ഗവ വിമൻസ് കോളേജ് വഴുതക്കാട് എന്നിവിടങ്ങളിൽ വെച്ച് 20-21 തീയതികളിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് പരീക്ഷ നടക്കുന്നതിനാൽ ഈ കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച് 20/6/2025 കോളേജിൽ ഹാജരാകാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ 19/6/2025 തീയതിയിലും 21/6/2025 കോളേജിൽ ഹാജരാകാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ 23/6/2025 തീയതിയിലും കോളേജിൽ ഹാജരാകേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ചാൽ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സർവകലാശാല അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച സർവകലാശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, കാറ്റഗറി, അഡ്മിഷൻ തീയതി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ കോളേജിൽ ഹാജരാകേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ കോളേജിൽ ഹാജരാകാൻ സാധിക്കാത്തവർ അതാത് കോളേജിലെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടേണ്ടതാണ്. താൽക്കാലിക അഡ്മിഷൻ ഒന്നാം അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് അഡ്മിഷൻ സമയത്ത് ടെമ്പററി ഓർ പെർമനന്റ് അഡ്മിഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ച രസീത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിച്ച് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഘട്ടത്തിൽ മറ്റ് ഫീസുകളൊന്നും തന്നെ കോളേജിൽ അടയ്ക്കേണ്ടതില്ല. എന്നാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. നിലവിൽ ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരായ അഡ്മിഷൻ ഫീസ് അടച്ച രസീത്, ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ കോളേജിൽ സമർപ്പിച്ച് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സർവകലാശാല അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്തവരുടെയും ഫീസ് അടച്ച ശേഷം കോളേജിൽ ഹാജരായി പെർമനന്റ്, ടെമ്പററി അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷകരുടെയും അലോട്ട്മെന്റ് റദ്ദാക്കുന്നതും അവരെ തുടർന്ന് വരുന്ന രണ്ടാം അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതുമായിരിക്കില്ല. അലോട്ട്മെന്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ല എങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെന്റുകൾ പരിഗണിക്കപ്പെടുന്നതിലേക്കായി കോളേജിൽ ഹാജരായി പെർമനന്റ്, ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഒറിജിനൽ മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. ഈ ഘട്ടത്തിൽ ടെമ്പററി, പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ തുടർന്ന് വരുന്ന രണ്ടാം അലോട്ട്മെന്റിൽ ഒരു കാരണവശാലും പരിഗണിക്കില്ല. വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരാണ് എങ്കിൽ ഹയർ ഓപ്ഷനുകൾ നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ രണ്ടാം അലോട്ട്മെന്റിൽ പ്രസിദ്ധ ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയും സീറ്റ് ലഭിക്കുന്ന പക്ഷം ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതും രണ്ടാം അലോട്ട്മെന്റ് ലഭിക്കുന്ന ഓപ്ഷൻ നിർബന്ധമായും സ്വീകരിക്കേണ്ടതുമാണ്. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപ്പാർ ID നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അപ്പാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായിട്ട് www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപ്പാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇത് എല്ലാവരും ഫോളോ ചെയ്യുക. കൂടുതൽ ഓപ്ഷൻ ഇൻഫർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.